ജോയിയുടെ വീട് സന്ദർശിച്ച് ആശ്വാസമേകി CP ജോൺ. ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കുന്നതിനിടെ മാലിന്യത്തിനടിയിൽപ്പെട്ട് കാണാതായി മരണപ്പെട്ട തൊഴിലാളി ജോയിയുടെ വീട് സന്ദർശിച്ച് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. ജോയിയുടെ അമ്മ മെർഹിയെ അദ്ദേഹം ആശ്വസിപ്പിച്ചു. ജോയിയുടെ ബന്ധുക്കളും വീട്ടിലുണ്ടായിരുന്നു. തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന മാലിന്യവാഹിനിയായ തോടാണ് ആമയിഴഞ്ചാൽ തോട്. ജൂലൈ 13 രാവിലെ 10 മണിയോടെയാണ് ജോയിയും മറ്റു 3 തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്ത് തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത്. 1500 രൂപ കൂലി കിട്ടുന്നത് കൊണ്ടാണ് മനുഷ്യവിസർജ്യം നിറഞ്ഞ തോടിലിറങ്ങാൻ ജോയി തയ്യാറായത്. ശനിയാഴ്ച രാവിലെ 11:30യോടെയാണ് ആമയിഴഞ്ചാൽ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയ ജോയി അപകടത്തിൽപ്പെട്ടത്. തോട് വൃത്തിയാക്കുന്നതിനിടെ കനത്ത മഴയെ തുടർന്നുണ്ടായ ഒഴുക്കിൽ ജോയി അകപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ കരയ്ക്ക് കയറിയെങ്കിലും ജോയിക്ക് രക്ഷപ്പെടാനായില്ല. ഫയർഫോഴ്സിന്റെ സ്കൂബ സംഘം, റോബോട്ടുകൾ, നാവികസേനയിലെ മുങ്ങൽ വിദഗ്ധർ തുടങ്ങിയവർ കൈമൈ മറന്ന് ജോയിയുടെ ജീവനായി പകലും രാത്രിയും തിരച്ചിൽ നടത്തിയെങ്കിലും പ്രതീക്ഷകൾ വിഫലമാക്കി തിങ്കളാഴ്ച രാവിലെ പഴവങ്ങാടി തകരപ്പറമ്പ് ഉപ്പളാമൂട് പാലത്തിന് സമീപം മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. എന്ത് ജോലി ചെയ്യാനും ജോയിക്ക് മടിയില്ലായിരുന്നു. ചിലപ്പോൾ കൂലിപ്പണിക്ക് പോകും, ചില നേരം ആക്രി പെറുക്കി വിറ്റ് ഉപജീവന മാർഗം കണ്ടെത്തും. എത്ര വയ്യെങ്കിലും ജോലിക്ക് പോകും. ആദ്യം മണൽ വാരലായിരുന്നു ജോയിയുടെ ഉപജീവന മാർഗം. സർക്കാർ മണൽ വാരൽ നിരോധിച്ചതോടെയാണ് ആക്രി പെറുക്കി വിറ്റ് ഉപജീവന മാർഗം അദ്ദേഹം കണ്ടെത്തിയത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ അമ്മ മെൽഹിയോടൊപ്പമായിരുന്നു ജോയിയുടെ താമസം. 10 വർഷം മുൻപ് പിതാവ് നേശമണി മരണപ്പെട്ടു. അന്നു മുതൽ ജോയിയും അമ്മയും മാത്രമാണ് വീട്ടിൽ. വീടെന്ന് പോലും പറയാൻ കഴിയാത്ത ഒറ്റമുറി കൂരയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. തൊട്ടടുത്ത് സഹോദരൻ താമസിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാസമാണ് സഹോദര ഭാര്യ അർബുദം ബാധിച്ച് മരണപ്പെട്ടത്. അടച്ചുറപ്പുള്ള വീടെന്ന അമ്മയുടെ ആഗ്രഹം സാധിക്കണമെന്ന് ജോയിയുടെ സ്വപ്നമായിരുന്നു. എന്നെങ്കിലും ഒരിക്കൽ ഒരു വീട് പണിയാൻ സാധിക്കുമെന്ന് ജോയ് അമ്മയോട് പറയുമായിരുന്നു. DCC സെക്രട്ടറി മാരായമുട്ടം സുരേഷ്, CMB ജില്ലാ സെക്രട്ടറി MR മനോജ്, മാരായമുട്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിന്നിൽ മണലിവിള, CMB നേതാക്കളായ സാംബശിവൻ, വിശ്വനാഥൻ, മലക്കുളങ്ങര ജോണി, മണ്ണൂർ ശ്രീകുമാർ, മണ്ണൂർ ഗോപൻ, ലാലു മലക്കുളങ്ങര എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു.